നമസ്കാരം. കേറ്ററ്റിൻ്റെ 20ാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 20ാമത്തെ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. -55 മുതൽ +55 വരെയുള്ള നമ്പർ ലൈനിൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഇൻഡിജേഴ്സ് മാത്രം, ഇൻഡിജേഴ്സ് കൺസിഡർ ചെയ്യുക. സ്റ്റാർട്ടിങ് ഫ്രം -44. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം -55 to 55 ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം -55 to 5.5. അതായത് -55 +55 വരെയുള്ള അത്രയും സ്ഥലത്തുള്ള ഇൻഡിജേഴ്സിൻ്റെ ഡിസ്റ്റൻസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഈ ഭാഗത്തുള്ള ഡിസ്റ്റൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. -55 മുതൽ 0 വരെ 55 ഉണ്ട്. അവിടെ നിന്ന് 5.5 വരെ 5.5 ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഡിസ്റ്റൻസ് 110 ആണ്. -115 -55 to 55. അപ്പോൾ 110 ഇവിടെ -55 മുതൽ 5.5 വരെ എന്ന് പറയുന്ന 60.5 ആണ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് പെർസെൻറ്റേജിലേക്ക് ആക്കണം × 100. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് 55 ആണ്. ഈ കണ്ടോ, നമ്പർ 55 ആണ്. അതെപ്പോഴും ശരിയാകില്ല. ഈ ഒരു കേസിലാണ് ഇവിടുത്തെ 55 തന്നെ ഇവിടെ വന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. 55% ആണ് ഇവിടുത്തെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കൊന്ന് നോക്കാം. ഒരു സീക്വൻസ്, അതിൻ്റെ ആൾജിബ്രിക് ഫോം 2n ആണ്. ഓക്കെ, അപ്പോൾ എന്നിന് 1 2 3 4 എക്സെട്ര എന്ന നമ്പർ കൊടുത്താൽ സീക്വൻസിൻ്റെ ടേംസ് കിട്ടും. ഈ ടേംസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അല്ലേ, ഹൗ മെനി ടേംസ് ആർ ദർ ഹാവിങ് 4 in one's place? അതായത് സീക്വൻസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 4 വരുന്ന എത്ര ടേംസ് ഉണ്ട്? അതായത് 250 വരെയുള്ള ആ ടേംസ് കൺസിഡർ ചെയ്താൽ 2:1, 2:2, 2:3, 2:4, 2:5 ഇങ്ങനെ പറഞ്ഞ് 250 വരെയുള്ളത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 4 വരുന്ന എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ യഥാർത്ഥത്തിൽ 2:2 അല്ലേ. ഇപ്പം 2:1 അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 2 ആണ്. 2:2 ഒറ്റയുടെ സ്ഥാനത്ത് 4 ആണ്. 2:3 ഒറ്റയുടെ സ്ഥാനത്ത് 8 ആണ്. 2:4 ഒറ്റയുടെ സ്ഥാനത്ത് 6 ആണ്. ഇനി റിപ്പീറ്റേഷനാണ്. 2 4 8 6 2 4 8 6 റിപ്പീറ്റ് ചെയ്യുന്നു ഒറ്റയുടെ സ്ഥാനത്ത്. ഇപ്പം 2:5 ആകുമ്പോൾ 32 ആണല്ലോ. 2 4 6 8. അങ്ങനെയാണെങ്കിൽ 2:48ൻ്റെ വൺസ് പ്ലേസ് ഈ പറയുന്ന 6 ആയിരിക്കും. 4 എണ്ണം കൂടിക്കഴിയുമ്പോഴാണ് ആ സൈക്കിൾ പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പം 2:49 അത് 2 ആയിരിക്കും. സൈക്കിൾ ആരംഭിക്കുന്നു. 2:50 എത്ര? 4 ആയിരിക്കും. അപ്പം ശരിക്കും 4 സൈക്കിൾ തീർന്നിട്ടാണ് വീണ്ടും 4 വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 4 സൈക്കിൾ തീരുമ്പോൾ 12 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടാവും. 12 × 4. ഓക്കെ, അപ്പോൾ 13 തവണയാണ്. ഹൗ മെനി ടേംസ് ആർ ദർ ഹാവിങ് 4 in one's place of 2:50 up to 2:50? 2:50യുടെ വൺസ് പ്ലേസ് ഈ പറയുന്ന 4 ആണ്. അവിടത്തോളം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 12 ഒന്നും 13 എണ്ണം ഉണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ 3 എണ്ണം ഒരു സ്ക്വയറിൻ്റെ
ഒരു കോർണറിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിള്, ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്. ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ട്രയാങ്കിൾ ആണ് ഐസോസെലസ്, ഈക്വൽ ഐസോസെലസ് ട്രയാങ്കിൾസ്. അതായത് ഈ 3 ആംഗിളുകളും 30 ഡിഗ്രി വീതമായിരിക്കുമല്ലോ, ആകെ 90 ആണല്ലോ. അപ്പോൾ 30 ആണെങ്കിൽ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഇത് 30 ആണെങ്കിൽ ഇത് രണ്ടും 75 വീതമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് ആയിട്ട് വരുന്ന സംഖ്യ 15 ഡിഗ്രിയാണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 15 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അടുത്തത്, അർജുനൻ ട്രാവൽഡ് 140 കിലോമീറ്റർ ഹാഫ് ആൻ അവർ. 140 കിലോമീറ്റർ 140 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഹാഫ് ആൻ അവർ ബൈ ബസ് ആൻഡ് 2 hours ബൈ ട്രെയിൻ. അങ്ങനെ അർജുൻ ട്രാവൽ 140 കിലോമീറ്റർ. ഒരു കോമ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വായന കൃത്യമാകും. 140 കിലോമീറ്റർ. അർജുൻ ട്രാവൽഡ് 140 കിലോമീറ്റർ ഹാഫ് ആൻ അവർ ബൈ ബസ് ആൻഡ് 2 hours ബൈ ട്രെയിൻ. ട്രെയിനിൻ്റെ സ്പീഡ് ബസ്സിൻ്റെ സ്പീഡിനേക്കാൾ 20 കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബസ്സിൻ്റെ സ്പീഡ് എത്ര? ബസ്സിൻ്റെ സ്പീഡിനേക്കാൾ 20 കൂടുതലാണ് ട്രെയിനിൻ്റെ സ്പീഡ്. ബസ്സിൻ്റെ സ്പീഡ് ഇൻറ്റു ബസ് യാത്ര 2 മണിക്കൂറാണ്. ബസ്സിൻ്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ 2x ബസ്സിൽ സഞ്ചരിച്ചു 2 മണിക്കൂർ. ഹാഫ് ആൻ അവർ ബൈ ബസ്. ഓക്കെ, ഹാഫ് ആൻ അവർ ബൈ ബസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 അല്ല, ഹാഫ് ആൻ അവർ ബൈ ബസ്. അപ്പോൾ ഹാഫ് എക്സ്, ബസ്സിൽ അരമണിക്കൂർ സഞ്ചരിച്ചു. ബസ്സിൻ്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ ഹാഫ് എക്സ് എന്ന് പറയുന്നതാണ് ബസ്സിൽ സഞ്ചരിച്ച ദൂരം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ്. ഹാഫ് ആൻ അവർ വിത്ത് ദ സ്പീഡ് ഓഫ് എക്സ്. ട്രെയിനിൻ്റെ ആകുമ്പോഴേക്കും 2 ഇൻറ്റു എക്സ് പ്ലസ് 20 എന്ന് എഴുതേണ്ടി വരുമല്ലോ. അതാണ് ഈ പറയുന്ന 140 കിലോമീറ്റർ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 5/2x പ്ലസ് 5/2x പ്ലസ് ഇവിടെ 40 ഇസ് ഈക്വൽ ടു 140. 40 ഇസ് ഈക്വൽ ടു 140. ഇവിടെ 5/2x ഇസ് ഈക്വൽ ടു 100. എക്സ് ഇസ് ഈക്വൽ ടു 40 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം എന്നുള്ള ഫിസിക്സിൽ വരുന്ന കോൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ 5ാമത്തെ ചോദ്യം, ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്. ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്. ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്. ഓക്കെ, കോൺസിക്യൂട്ടീവ് ആയുള്ള ഈവൺ നമ്പേഴ്സ് ആണ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ. ലാർജസ്റ്റ് ഇന്നർ ആംഗിൾ ആണ്, ഇന്റീരിയർ ആംഗിൾ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം ഒരു പെൻഡഗണിൻ്റെ ആംഗിൾ സം 540 ആണ്. ഈവൺ നമ്പേഴ്സ് അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ഒക്കെയാണല്ലോ. ഈവൺ നമ്പേഴ്സ് 5 എണ്ണം. അങ്ങനെയാണെങ്കിൽ തേർഡ് മിഡിൽ ആംഗിൾ എന്ന് പറയുന്നത് x3 എന്ന് പറയുന്നത് 540/5 എന്ന് പറയുന്നത് 108 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആംഗിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 108, അടുത്തതാണെങ്കിൽ 110. ഓക്കെ, അടുത്തതാണെങ്കിൽ ഈവൺ നമ്പേഴ്സ് ആണല്ലോ 112. അപ്പോൾ അങ്ങനെ 112 നമുക്ക് കിട്ടുമല്ലോ. ഈവൺ നമ്പേഴ്സ് ആണ്, കോൺസിക്യൂട്ടീവ് ആണ്. ഓക്കെ, അടുത്തത് ഇത് നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ദ ലാർജസ്റ്റ് ആംഗിൾ, ലാർജസ്റ്റ് എമംഗ് ഈ കാണുന്ന 4 എണ്ണത്തിൽ ഏറ്റവും വലുത് ഏത്? ഈ കാണുന്ന 4 എണ്ണത്തിൽ ഏറ്റവും വലുത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആ കാണുന്ന 4 എണ്ണത്തിലെ ഏറ്റവും വലുത്. ഓക്കെ, അതെങ്ങനെ ചിന്തിക്കാം?
ആ കാണുന്ന 4 ഏറ്റവും വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഒരു 5 സ്ക്വയർ 25 is less than 3 ക്യൂബ്ഡ്. 25 27 ചെറുതാണ്. ഇത് ലെസ് ദാൻ 2⁵5 32 ചെറുതാണ്. ലെസ് ദാൻ 6 സ്ക്വയർ 36. ഈ റിലേഷൻ ശരിയാണ്. ഈ മുകളിലുള്ള ഇത് കണ്ടോ, ഈ പവേഴ്സ് എല്ലാം നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എല്ലാത്തിൻ്റെയും 5⁻²⁻1 1111 എല്ലാത്തിനും അതുപോലെ കൊടുക്കുന്നു. 3⁻3 × 1111 ഇങ്ങനെ 4 എഴുതുന്നു. അപ്പോൾ ഇവിടെ 5⁻2222 ലെസ് ദാൻ 3⁻3333 ലെസ് ദാൻ എന്താണ് 2⁵5555 ലെസ് ദാൻ 6⁻2222. അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും വലുത് ഈ കാണുന്നതാണല്ലോ, ഈ കാണുന്നതാണ്. അത് ഈ പിക്ചറിൽ കാണുന്ന ഈക്വൽ സ്ക്വയേഴ്സുകളുടെ ഒരു പ്രത്യേക പാറ്റേൺ ആണത്. അതിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണത്. ഈക്വൽ സ്ക്വയേഴ്സ് ആണ്. അതിൻ്റെ ടോട്ടൽ ഏരിയ 225 അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്ററാണ്. നോക്കൂ, ആദ്യം 1 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, പിന്നെ 7 ഉണ്ട്. അപ്പോൾ ഇവിടത്തോളം ഇത്രയും വരെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 5 7 4ൻ്റെ സ്ക്വയർ 16. 1 2 3 9. അപ്പോൾ ആകെ സ്ക്വയറുകളുടെ എണ്ണം 25. ഓക്കെ, 25 ആകെ സ്ക്വയറുകളുടെ എണ്ണമെങ്കിൽ ആകെ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? ടോട്ടൽ ഏരിയ 225 225/25 എന്ന് പറഞ്ഞാൽ 9. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 9 ഒരു സ്ക്വയറിൻ്റെ സൈഡ് 3. ഒരു സ്ക്വയറിൻ്റെ സൈഡ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ഇവിടെ നോക്കൂ, മുകളിൽ ഈ 3 ഇവിടെയും 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 അത് 3 സൈഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം 2 ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്രയായിരിക്കും? ആകെ എത്ര എണ്ണം ഉണ്ടാവും? 28 ഉണ്ടാവും. ഓക്കെ, 28 സൈഡുകളാകെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയുള്ള 28 ഉണ്ടാവും. നോക്കിയാൽ മതിയല്ലോ. അത് ഒരു പ്രത്യേക ലോജിക്ക് വെച്ച് നമുക്ക് 28 എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 28 × 3 എന്ന് പറയുന്ന 84 ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ. 9ാമത്തെ ചോദ്യം, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 16 യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. സം of the area of squares on the sides of a right triangle is 98. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളിലുമുള്ള സ്ക്വയറുകളുടെ ഏരിയകളുടെ സം, റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 വശവുമുള്ള സ്ക്വയറുകളുടെ ഏരിയകളുടെ സം 98. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ലോങ്ങസ്റ്റ് സൈഡ് എത്രയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. A സ്ക്വയറും B സ്ക്വയറും C സ്ക്വയറുമാണ് സൈഡ്. എയും ബിയും സിയുമാണ് സൈഡ്. A സ്ക്വയർ + B സ്ക്വയർ = C സ്ക്വയർ. C ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്കറിയാം A സ്ക്വയറും B സ്ക്വയറും C സ്ക്വയറും കൂടി കൂട്ടിയാൽ 98 അപ്പോൾ ഇതിന് പകരം നമുക്ക് C സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ 98. അപ്പോൾ 2C സ്ക്വയർ is equal to 98. C square is equal to 49. C is equal to 7. C is equal to 7 എന്ന് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. A star is equal to A + 1 ആയാൽ 1 star + 2 star + 3 star etc. 100 star അത് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ,
അത് നോക്കാം നമുക്ക്. 1 സ്റ്റാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 ആണ്. 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇങ്ങനെ വന്ന് 100 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 101 ആണ്. ഇതിൻ്റെ മുമ്പിൽ ഒരു 100 ഉണ്ടല്ലോ. ഓക്കെ, ഈ 101നെ നമുക്ക് 100+1 എന്ന് കാണാം. 100+1 എന്ന് കാണാം. ഈ 1നെ എടുത്ത് നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള കൂട്ടിക്കഴിഞ്ഞാൽ 5050 ആണെന്ന് നമുക്കറിയാം. പെയറിങ്ങിലൂടെയോ അല്ലെങ്കിൽ സമ്മേഷൻ്റെ ഫോർമുലയിലൂടെയോ എങ്ങനെയെങ്കിലും +100 അറ്റത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 100. അപ്പോൾ 5150 എന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നന്ദി.